നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്ന യാത്രയിലാണല്ലേ. അതായത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് ബേസിസിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനു വേണ്ടി നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് ലെമ്മ പ്രൂവ് ചെയ്തു. ഈ വീഡിയോയിൽ നമുക്ക് ആ യാത്ര തുടരാം. അടുത്ത വീഡിയോയിൽ നമുക്കിത് പ്രൂവും ചെയ്യാം. ഈ വീഡിയോയിലെ മെയിൻ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. അതായത് ഇവിടെ V1 സെറ്റ് ഓഫ് V6 ഇങ്ങനെ 6 വെക്ടേഴ്സുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നിട്ടുണ്ട് ഒരു വെക്ടർ സ്പേസിലെ. എന്നിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റ് തന്നു ഇവിടെ V2, V5, V6. ഈ സബ്സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ? ഇതൊരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് സ്വന്തം ട്രൈ ചെയ്യുക. ഞാൻ ഇവിടെ ഉത്തരം ചെയ്താം. ഞാൻ ഇവിടെ കോൺട്രഡിക്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്തത്. അതായത് സപ്പോസ് ദിസ് സെറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ എന്താ കുഴപ്പം നോക്കാം. ഇത് ഒരു ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുമല്ലോ. പോസ്റ്റ് ചെയ്ത് നോക്കി ഒന്ന് വായിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ചെയ്ത സ്കാലാസ് A2, A5, A6 ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നോൺ 0 ആണ്. ഇനി ഈ ലീനിയർ കോമ്പിനേഷനെ ഈ ഫുൾ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൂടെ? ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ 0 കൊടുത്താൽ പോരെ? ഒക്കെ വായിച്ചു നോക്കുക. അപ്പോൾ നോക്കൂ, ഇതിപ്പം ഈ ഫുൾ സെറ്റിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുന്നതായില്ലേ? കാരണം എന്താ, ഇതിൽ ഇൻവോൾവ് ചെയ്ത സ്കാലാസിൽ ഈ A2, A5, A6 ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്താണ് നോൺ 0 ആണ്. സോ ഇവിടെ നമുക്കിത് മനസ്സിലായി, ഈ ഫുൾ സെറ്റിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുന്നത് മനസ്സിലായി. അത് കോൺട്രഡിക്ഷൻ അല്ലേ? കാരണം എന്താ, നമ്മുടെ ഫുൾ സെറ്റ് ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ 0 തരുമോ? ഇല്ല. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഈ സബ്സെറ്റ് ഡിപ്പെൻഡൻ്റ് ആവില്ല, ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റുള്ളൂ. ഇനി ഇതുപോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനത് പറഞ്ഞു വെക്കുകയാണ്. എവരി സബ്സെറ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിൻ സ്റ്റെപ്പിലേക്ക് പോകാം. ഒന്ന് പോസ്റ്റായിട്ട് വായിച്ചു നോക്കുക. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിൻ്റെ പ്രൂഫ് വളരെ രസകരവും സിമ്പിളും ഒക്കെ ആണ്. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെക്ടർ സ്പേസ് വിക്ക് n എലമെൻറ്റ്സിലുള്ള ഒരു ബേസിസ് കിട്ടിയാൽ ആ സ്പേസിലെ n എലമെൻറ്റ്സിലെ ഏത് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതും ഒരു ബേസിസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് വീണ്ടും വിചാരിക്കുക. നിങ്ങൾ ആ വെക്ടർ സ്പേസിനെ കുറിച്ച് പഠിച്ചപ്പം 5 എലമെൻറ്റ്സിലൊരു ബേസിസും കിട്ടിയ ആ വെക്ടർ സ്പേസിൽ. അങ്ങനെയാണെങ്കിൽ ആ സ്പേസിലെ 5 എലമെൻറ്റ്സിലെ ഏത് ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതും അതിൻ്റെ ബേസിസ് ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ഇതാണ് റിസൾട്ട് പറഞ്ഞത്. ഇനി ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യം പ്രൂവ്ഡായോ? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഇത് പ്രൂവ് ചെയ്യാനാണ് എന്താ അർത്ഥം? നിങ്ങളുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് ഉണ്ട്. അതിൽ നിങ്ങൾ 5 എലമെൻറ്റ്സിലൊരു ബേസിസ് കണ്ടുപിടിച്ചാൽ ആ സ്പേസിലുള്ള 5 എലമെൻറ്റ്സിലെ എല്ലാ ഇൻഡിപെൻഡൻറ്റ് സെറ്റും ബേസിസ് ആയിരിക്കും. അതല്ല നിങ്ങൾ പ്രൂവ് ചെയ്യുക. അതായത് നിങ്ങൾ 5 എലമെൻറ്റ്സിലൊരു ബേസിസ് കണ്ടുപിടിച്ചാൽ അതിന് കുറേ കമ്പനിക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കും. അത് കുറേ സുഹൃത്തുക്കൾ. കാരണം എന്താ, അതേ എലമെൻറ്റ്സിലെ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും? ബേസിസ് ആയിരിക്കും. പക്ഷെ നമ്മളെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ 5 എലമെൻറ്റ്സിലൊരു ബേസിസ് അതിന് കണ്ടുപിടിച്ചാൽ വേറൊരുത്തം വന്നിട്ട് അതിന് 6 എലമെൻറ്റ്സിലെ ബേസിസ് കണ്ടുപിടിക്കില്ല. അല്ലെ വേറൊരുത്തം വന്നിട്ട് അതിൻ്റെ 4 എലമെൻറ്റ്സിലെ ബേസിസ് കണ്ടുപിടിക്കില്ല. 5 എലമെൻറ്റ്സിലെ ബേസിസ് നിങ്ങൾ കണ്ടുപിടിച്ചോ, അതിൻ്റെ എല്ലാ ബേസിസിലും പിന്നെ 5 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അതാ പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പ്രൂവ് ചെയ്യുന്നതല്ല. 5 എലമെൻറ്റ്സിലൊരു ബേസിസ് നിങ്ങൾ കണ്ടുപിടിച്ചോ, അതിന് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. ആ സ്പേസിൽ 5 എലമെൻറ്റ്സിലെ ഏത് ഇൻഡിപെൻഡൻസ് എടുത്താലും അതിൻ്റെ ബേസിസ് ആയിരിക്കും. ആ സൗഹൃദ ബന്ധം മാത്രമേ ഇവിടെ പ്രൂവ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ലക്ഷ്യം അതല്ല. അതിനേക്കാളും കൂടുതലോ കുറഞ്ഞോ എലമെൻറ്റ്സിലെ ബേസിസ് ആ സ്പേസിൽ ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യലാണ്. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പേസിൻ്റെ n എലമെൻറ്റ്സിലെ ബേസിസ് V1 സെറ്റ് ഓഫ് Vn. ഇനി അതേ സ്പേസിൽ n എലമെൻറ്റ്സുള്ളൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് L എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ കാണിക്കേണ്ടത്? ഈ L നമ്മുടെ സ്പേസിൻ്റെ ഒരു ബേസിസാണ് കാണിക്കണം. ഇത് ബേസിസാണ് കാണിക്കാൻ ഇനി എന്ത് കാണിച്ചാൽ മതി? ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അതിൻ്റെ സ്പാൻ എടുത്താൽ ഫുൾ സ്പേസ് കിട്ടുകയും വേണം. ഇപ്പോൾ L ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഇനി ഇത് ബേസിസാണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രൂവ് ചെയ്ത് ആ റീപ്ലേസ്മെൻറ്റ് ലെമ്മ നമ്മളെ സഹായിക്കാൻ വരുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൂഫിൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യം പറയാം കേട്ടോ. അപ്പം ഔട്ട്ലൈൻ പറയുമ്പോൾ ചെറിയ ഡൗട്ടൊക്കെ വന്നേക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഡീറ്റെയിൽഡ് പ്രൂഫ് പറയുമ്പോൾ ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ Lലെ ഓരോ വെക്ടേഴ്സിനെയും ഓരോ Wനെയും നമ്മൾ ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ Bയിലെ വികൾക്ക് പകരം റീപ്ലേസ് ചെയ്യും. അങ്ങനെ ചുമ്മാ റീപ്ലേസ് ചെയ്യല്ല. ആ റീപ്ലേസ്മെൻറ്റ് ലെമ്മയിൽ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടുത്തെ W1 എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യും. ആ ലെമ്മ പ്രകാരം ഉള്ള കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യും. അപ്പോൾ W1 ഇവിടെ കയറുമ്പോൾ ഇവിടുത്തെ ഏതോ ഒരു V പോകുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു പുതിയ സെറ്റ് കിട്ടും. അതിൻ്റെ അകത്ത് ഈ W1 ഉണ്ടാവും, പക്ഷേ ഒരു V മിസ്സിങ് ആയിരിക്കും Bയിലെ. ഇനി ആ വന്ന പുതിയ സെറ്റിൻ്റെ സ്പാൻ എന്തായിരിക്കും?
സ്പാനിൽ നല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അത് ആ ലെമ്മ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ആ ലെമ്മ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ സ്പാനിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓൾറെഡി ഈ ബീൻ്റെ സ്പാൻ എന്താണ്? ഫുൾ സ്പേസാണ്. കാരണം എന്താ? ബി ബേസിസാണ്. അപ്പോൾ ഈ W1 ഇവിടെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ആ പുതിയ സെറ്റിൻ്റെ സ്പാനും എന്തായിരിക്കും? ഫുൾ സ്പേസ് തന്നെ വരും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത W2 ആയിട്ട് വരും. എന്നിട്ട് ആ W2നെ ഇവിടുത്തെ ഏതോ ഒരു വിക്ക് പകരം റീപ്ലേസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത W2 ആയിട്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ W1 ഓൾറെഡി കയറി, പിന്നെ കുറേ വികളുണ്ടല്ലോ, അതിൽപ്പെട്ട ഏതോ ഒരു വിക്ക് പകരം ആ W2നെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ എനിക്ക് പുതിയൊരു സെറ്റ് കിട്ടും. അതിൻ്റെ അകത്ത് W1 ഉണ്ടാവും, W2 ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള വികളുണ്ടാവും. അതായത് 2 വി അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാവും. W1 W2 കയറുമ്പോൾ 2 വി പോകുമല്ലോ. അങ്ങനെ ബാക്കിയുള്ള വികൾ വെച്ചിട്ടുള്ള ഒരു പുതിയ സെറ്റ് കിട്ടും. ഇനി ആ സെറ്റിൻ്റെ സ്പാനോ, അവിടെയും നമ്മൾ റീപ്ലേസ്മെൻറ്റ് പ്രകാരമല്ലേ നമ്മൾ പിന്നെ എന്ത് ചെയ്തത്? റീപ്ലേസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ സ്പാനിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കിട്ടുന്ന ആ പുതിയ സെറ്റിൻ്റെ ആ 2 വികൾ കയറി 2 ഡബ്ല്യുകൾ കയറിയ ആ സെറ്റിൻ്റെ സ്പാനും പഴയ സെറ്റിൻ്റെ ഈ ബിയുടെ സ്പാൻ തന്നെയാണ്. അതായത് ഫുൾ സ്പേസ് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഓരോ ഡബ്ല്യുവിനെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ വികൾക്ക് പകരം റീപ്ലേസ് ചെയ്ത് അവസാനം ഞാൻ എവിടെ എത്തും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ഡബ്ല്യുവും ഇവിടെ കയറുമ്പം എല്ലാ വി ഇവിടുന്ന് പോവുകയും ചെയ്യൂലേ. അപ്പോൾ അവസാനം ഈ ബി കൺവേർട്ടായി എല്ലായി മാറും അല്ലേ? ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇനി അവസാനം ഈ ബി എല്ലായി മാറില്ലേ എങ്ങനെ റീപ്ലേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ. ഇനി ഈ എല്ലിൻ്റെ സ്പാൻ എന്തായിരിക്കും? അത് ഈ ബീൻ്റെ സ്പാൻ തന്നെ ആയിരിക്കും. കാരണം എന്താ? റീപ്ലേസ്മെൻറ്റ് ലെമ്മ പ്രകാരം നമ്മൾ റീപ്ലേസ്മെൻറ്റ് നടത്തി. അപ്പം ഓരോ റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോഴും കിട്ടുന്ന സെറ്റിൻ്റെ സ്പാൻ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് വരുന്ന എല്ലിൻ്റെ സ്പാനും അപ്പം ഈ ബീൻ്റെ സ്പാൻ തന്നെ ആയിരിക്കും. ഈ ബീൻ്റെ സ്പാൻ എന്താണ്? ബി ബേസിസ് ആയതുകൊണ്ട് ഫുൾ സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസാനം വന്ന എല്ലിൻ്റെ സ്പാനും എന്താണ്? ഫുൾ സ്പേസ് കിട്ടും. സോ എൽ വിൽ സ്പാൻ ഫുൾ സ്പേസ്. അപ്പോൾ എൽ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. എല്ലിൻ്റെ സ്പാൻ എടുത്താൽ ഫുൾ സ്പേസ് കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ പറയും. സോ എൽ വിൽ ബി എ ബേസിസ് ഫോർ അവർ സ്പേസ്. അങ്ങനെ അത് പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഇനി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ പ്രൂഫ് പറയട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഈ W1നെ ഈ ബിയിലെ ഏതോ ഒരു വിക്ക് പകരം റീപ്ലേസ് ചെയ്യണം. നമ്മളിവിടെ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് റീപ്ലേസ്മെൻറ്റ് ലെമ്മ പ്രകാരമാണ്. അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റ് ലെമ്മ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കട്ടോ. നിങ്ങൾ നോട്ടിലിട്ടാവും. അവിടെ ഒരു സെറ്റ് S=V1 etc. Vn ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സെറ്റിലെ ഏതോ ഒരു വെക്ടറിന് പകരം റീപ്ലേസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന W ഉണ്ട്. ആ W എവിടെ നിന്നാണ് വന്നിരുന്നത്? ആ ലെമ്മയിൽ ആ W സ്പാനസ് എന്നാണ് വന്നിരുന്നത് അല്ലേ? അപ്പം ഈ എസ്സിലെ ഏതോ ഒരു വെക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന W എവിടെ നിന്ന് വരണം? ഈ എസ്സിൻ്റെ സ്പാൻ്റെ അകത്ത് നിന്ന് വരണം. ഇവിടെ നമ്മൾ ഇതിലേതോ ഒരു വെക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവരുന്നത് ഈ W1 ആണ്. അപ്പം റീപ്ലേസ്മെൻറ്റ് ലെമ്മൻ്റെ കണ്ടീഷൻ പ്രകാരം ഈ W1 എവിടെ നിന്ന് വരണം? സ്പാൻ ബി എന്ന് വരണം. അത് ശരിയാണോ നോക്കൂ. W1 ബിലോങ്സ് ടു സ്പാൻ ബി ആണോ? ആണ്. കാരണം എന്താ? ബി ബേസിസാണ്. അപ്പോൾ സ്പാൻ ബി തമ്മിൽ ഫുൾ സ്പേസ് വരും. അപ്പോൾ W1 എന്തായാലും ഫുൾ സ്പേസിലുണ്ടല്ലോ, സ്പാൻ ബിയിലുണ്ടല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ റീപ്ലേസ്മെൻറ്റ് ലെമ്മൻ്റെ ഈ Wക്ക് വേണ്ട കണ്ടീഷൻ നമ്മുടെ W1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്? ഈ W1നെ ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പം ഏത് വിക്ക് പകരമാണ് റീപ്ലേസ് ചെയ്യുക? അതിനെന്ത് ചെയ്യണം? ഈ W1നെ ഇതിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം. ഞാൻ എഴുതട്ടെ. അപ്പോൾ W1 = C1V1 + etc. + CnVn എഴുതി. ഇനി എഴുതിയിട്ടോ. ഇതിൽ പിന്നെന്താ എഴുതാൻ ലെമ്മ പറഞ്ഞത്? ഇങ്ങനെ എഴുതിയ ശേഷം ഇതിൽ ഏതൊക്കെ വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നോൺ സീറോ നോക്കുക. എന്നിട്ട് അത്തരം ഏതോ ഒരു വെക്ടറിന് പകരം ഈ W1നെ കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ എഴുതുമ്പം എല്ലാ കോഎഫിഷ്യൻസും സീറോ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വി കിട്ടുമോ? അല്ലേ? ഇതിൽ ഏതൊക്കെ വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണോ നോൺ സീറോ അത്തരം ഒരു വെക്ടറിന് പകരമാണ് നമ്മൾ അത്തരം ഒരു വിക്ക് പകരമാണ് ഈ W1നെ കൊണ്ടുപോയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ എഴുതിയപ്പോൾ വന്ന എല്ലാ കോഎഫിഷ്യൻസും സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു വി കിട്ടുമോ? കിട്ടൂലല്ലോ. പക്ഷേ അങ്ങനെ ഇവിടെ സംഭവിക്കില്ല. കാരണം എന്താ? പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള എല്ലാ കോഎഫിഷ്യൻസും സീറോ ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ സം അപ്പോൾ സീറോ ആയി പോകും. അപ്പോൾ W1 സീറോ ആവും. W1 സീറോ ആവോ? ഇല്ല. ഈ എല്ലാം ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ ഒരു സീറോ പാടില്ല. അപ്പോൾ ഇവിടെ എല്ലാ കോഎഫിഷ്യൻസും സീറോ ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റെങ്കിലും നോൺ സീറോ ഉണ്ടാവും. അതിപ്പോൾ V1-ൻ്റെതാവാം, V2-ൻ്റെ ആവാം. അങ്ങനെ ഇതിൽ പലതിൻ്റെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കോഎഫിഷ്യൻ്റെങ്കിലും നോൺ സീറോ ഉണ്ടാവും. ഞാൻ ഇവിടെ ബാക്കി കാര്യങ്ങൾ എഴുതാനുള്ള സൗകര്യത്തിന് തൽക്കാലം V1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നോൺ സീറോ വിചാരിക്കട്ടെ. അത് ഞാൻ ഇവിടെ എഴുതട്ടെ. സപ്പോസ് C1 ≠ 0. അതായത് V1-ൻ്റെ കോഎഫിഷ്യൻ്റ് നോൺ സീറോ അല്ലേ? ചിലപ്പോൾ V2-ൻ്റെ ആയിരിക്കാം. ഞാൻ എഴുതാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ എഴുതിയാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം V1-ൻ്റെ കോഎഫിഷ്യൻ്റ് നോൺ സീറോ ആണെങ്കിൽ എനിക്ക് ഈ V1-നെ പകരം കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ റീപ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ എനിക്കൊരു പുതിയ സെറ്റ് കിട്ടും. V1-നെ റിമൂവ് ചെയ്തിട്ട് പകരം W1 കയറും അല്ലേ?
അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള V2 എക്സെട്ര VN ഇവിടെ ഉണ്ടാവും പുതിയ സെറ്റിൽ. ഇപ്പോൾ ഈ പുതിയ സെറ്റിൽ V1 റിമൂവ് ആയി, പകരം ഈ W1 കയറി. എണ്ണൊക്കെ കറക്റ്റ് തന്നെ, ഇവിടെ N എലമെൻസ് ആണ്, ഇവിടെ N എലമെൻസ് ആണ്. കാരണം ഒരാൾ കയറിയപ്പോൾ ഒരാൾ പുറത്തു പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പാൻ എന്തായിരിക്കും? അത് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അദ്ദേഹം റീപ്ലേസ്മെൻറ്റ് നമ്മൾ പറയുന്ന കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ സ്പാനിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്പാൻ എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ സ്പാൻ വരും. ഇതിൻ്റെ സ്പാൻ എന്തായിരുന്നു? ഇത് ബേസിസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പാൻ ഫുൾ സ്പേസ് V ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്പാനും എന്തായിരിക്കും? ഫുൾ സ്പേസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ സ്പാൻസ് V എന്നിട്ട് V മീൻസ് ഫുൾ സ്പേസ്. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഞാൻ ഇവിടുത്തെ W1 ഇവിടുത്തെ ഒരു വീക്ക് ഏതൊരു വീക്ക് പകരം റീപ്ലേസ് ചെയ്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ തൽക്കാലത്തേക്ക് എഴുതാനുള്ള സൗകര്യത്തിന് C1 ≠ 0 ആണ്. ഇവിടെ ഇത്രയും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് W1 കയറി ഏതോ ഒരു V പോയി. അവിടെ തൽക്കാലത്തേക്ക് ഞാൻ V1 പോയി നിങ്ങൾ വിചാരിച്ചാൽ എഴുതാനുള്ളൊരു സുഖത്തിന് V2 പോയിച്ചാൽ V1 ഇവിടെ ഉണ്ടാവും, ബാക്കി V3 അങ്ങനെ പോകും. നിങ്ങൾ ഈ സ്റ്റെപ്പിൽ ഇത്രേ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇവിടെ W1 കയറിയപ്പം അവിടുന്ന് ഒരു V പോയിട്ടുണ്ട്, അത്രമാത്രം മനസ്സിലാക്കുക. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കട്ടോ. ഇനി അടുത്ത പണി എന്താണ്? അവിടുത്തെ W2 ഇവിടെ കൊണ്ടുവന്ന് കേട്ടണം. ഞാൻ അത് മായ്ക്കട്ടെ. ഇനി ഞാൻ ഇവിടുത്തെ W2 എടുക്കട്ടെ. അപ്പോൾ W2 ഞാൻ റീപ്ലേസ് ചെയ്തത് ഈ സെറ്റിലൊരു വെക്ടറിന് പകരമാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ലെവലിൻ്റെ കണ്ടീഷൻ പ്രകാരം ഈ W2 എവിടുന്ന് വരണം? ഈ സെറ്റിൻ്റെ സ്പാനിന് വരണം. അത് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് അല്ലേ? കാരണം എന്താ, ഇതിൻ്റെ സ്പാനും ഫുൾ സ്പേസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നില്ല. W2 ഇതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞതാണ്. ഇനി ഇതിൽ ഏത് വെക്ടറിന് പകരം റീപ്ലേസ് ചെയ്യണം എന്ന് തീരുമാനിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ W2 ഇതിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം. ഞാൻ എഴുതട്ടെ. അപ്പോൾ W2 = C1 W1 പ്ലസ് പിന്നെ ബാക്കി C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CN ശ്രദ്ധിക്കണം. ഫസ്റ്റ് വെക്ടർ W1 അവിടെയാണ് C1 W1 എക്സെട്ര. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതി. നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടുത്തെ ഓരോ വെക്ടറിനെയും ഇവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ വികളൊക്കെ പോയി വേണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ W1 ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത W2 ഇവിടെ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യുമ്പോൾ ഓൾറെഡി എത്തിയ W1 പോരുത്. അപ്പോൾ W2 ഇവിടെ കൊണ്ടുവരുമ്പോൾ പകരം പോകുന്ന കക്ഷി ഏതൊരു V ആയി കിട്ടണം നമുക്ക്, എന്നാലേ നമ്മൾ ലക്ഷ്യം നടക്കുള്ളൂ. അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇങ്ങനെ ലീനിയർ കോമ്പിനേഷനൊക്കെ ഇട്ട് എഴുതുമ്പം ഏതോ ഒരു വിൻ്റെ കോഎഫിഷ്യൻറ്റ് നോൺ സീറോ കിട്ടണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ വിക്ക് പകരം കൊണ്ടുപോയിട്ട് W2 ഇവിടെ വെക്കാൻ പറ്റുള്ളൂ അല്ലേ? W1 കോഎഫിഷ്യൻറ്റ് നോൺ സീറോ ആയി കിട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താ, നമ്മൾ W1 പുറത്താക്കൂല. W1 അവിടെ വേണം നമുക്ക്. നമുക്ക് ഇവിടുന്ന് ഏതോ ഒരു V പുറത്താക്കിയിട്ട് പകരം W2 കയറണം. അപ്പം ഏതോ ഒരു വിയുടെ കോഎഫിഷ്യൻറ്റ് നോൺ സീറോ കിട്ടണം. അത് കിട്ടും. ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കും, അതും കിട്ടും. കാരണം എന്താ, ഇവിടെയുള്ള എല്ലാ വിൻ്റെ കോഎഫിഷ്യൻസും സീറോ ആയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സമ്മൊക്കെ അങ്ങ് സീറോ ആയി പോരെ. അപ്പോൾ എന്ത് വരും? W2 = C1 W1 വരൂലേ? അത് പറ്റുമോ? പറ്റൂല. കാരണം എന്താ, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇതിൻ്റെ അകത്തുള്ള ഒരു വെക്ടർ ഇതിലെ മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റൂല. അപ്പോൾ ഇവിടുത്തെ W2 ഈ W1 മൾട്ടിപ്ലൈ ആയിട്ട് വരൂല. ക്ലിയർ അല്ലേ? കാരണം എന്താ, ഇത് ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും സീറോ ആയിക്കഴിഞ്ഞാൽ, എല്ലാ കോഎഫിഷ്യൻസും എല്ലാ വികളുടെയും കോഎഫിഷ്യൻ സീറോ ആയിക്കഴിഞ്ഞാൽ W2 = C1 W1 വരും. അത് ഇതിൻ്റെ ഇൻഡിപെൻഡൻസിക്ക് പ്രശ്നമാണ്. സോ ഇവിടെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് എങ്കിലും, ഏതോ ഒരു വിയുടെ കോഎഫിഷ്യൻ്റ് എങ്കിലും നോൺ സീറോ വരും. ഇവിടെയും ഞാൻ ഏതാണ്ട് സൗകര്യത്തിന് തൽക്കാലം അത് V2 കോഎഫിഷ്യൻ്റ് ഞാൻ നോൺ സീറോ വിചാരിക്കട്ടെ. അപ്പോൾ സപ്പോസ് V2 കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? C2 ≠ 0. അങ്ങനെയാണെങ്കിൽ ആ റീപ്ലേസ്മെൻറ്റ് ലെമ്മ പ്രകാരം ഈ V2 കോഎഫിഷ്യൻ്റ് ≠ 0 ആയതുകൊണ്ട് തന്നെ ഈ W2 V2 പകരം കൊണ്ട് റീപ്ലേസ് ചെയ്യാമല്ലോ. ഞാൻ റീപ്ലേസ് ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് പുതിയൊരു സെറ്റ് കിട്ടും. W1 അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. V2 പകരം W2, പിന്നെ ബാക്കി V3 എക്സെട്ര VN. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 2 W കയറി ഇപ്പം അല്ലേ? ഇവിടെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല. ഇവിടെ N എലമെൻസ് ആണ്, ഇവിടെ N എലമെൻസ് അല്ലേ? ഇവിടെ ഒരു പുതുതായിട്ട് W വന്നപ്പം ഇവിടുന്ന് ഒരു V പോവുകയും ചെയ്തു അല്ലേ? V1 പോയി V2 പോയി. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇത്രയാണ് മനസ്സിലാക്കേണ്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 ആളുകൾ കയറിയപ്പോൾ 2 V പോയി. അവിടെ ഞാൻ നേരത്തെ സൗകര്യത്തിന് അത് V1 കോഎഫിഷ്യൻ്റ് ആണ് നേരത്തെ നോൺ സീറോ. ഇവിടെ ഇപ്പോൾ V2 കോഎഫിഷ്യൻ്റ് ആണ് നോൺ സീറോ എന്ന് പറഞ്ഞുകൊണ്ട് V1 V2 പോയി എന്നായി. അല്ല വേറെ ഏതെങ്കിലും വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ആ വെക്ടേഴ്സാണ് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? W1 W2 ഇവിടെ കയറുമ്പം ഏതോ 2 V പോവും. അത്രയും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. എഴുതാനുള്ള സൗകര്യത്തിൽ ഞാൻ എഴുതിയതേ. ഇനി ഇതിൻ്റെ സ്പാൻ എന്തായിരിക്കും? സ്പാൻ മാറോ? ഇല്ല. കാരണം എന്താ, നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലെവലിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടാണ് റീപ്ലേസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ സ്പാനിൽ ഇതിൻ്റെ സ്പാൻ എന്താണോ ആ സ്പാൻ തന്നെ ഇവിടെ വരും. ഇതിൻ്റെ സ്പാൻ എന്തായിരുന്നു? ഫുൾ സ്പേസ് V ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പാൻ എന്താണ്? ഫുൾ സ്പേസ് ആണ്. അപ്പോൾ സ്പാൻസ് V ഇതാ. ക്ലിയർ അല്ലേ? ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ക്ലാരിറ്റി വന്നോളൂ. ഇനി എൻ്റെ അടുത്ത പണി എന്താണ്? ഇവിടുത്തെ W3 കൊണ്ടുവന്നിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യണം. ഞാൻ ഇത് വെച്ചിട്ട് അത് കാണിക്കാം. അപ്പോൾ ഇനി
ഇവിടുത്തെ W3 എടുക്കാം. W3 ഈ സെറ്റിൽ ഏതൊരു വെക്ടറിന് പകരമാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ W3 ഇതിൻ്റെ സ്പാനിൽ വരണം. സ്പാനിൽ വരൂലേ? ഇതിൻ്റെ സ്പാൻ ഫുൾ സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ W3 ഇതിൻ്റെ സ്പാനിലുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് എലമെൻ്റ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ ഈ W3 ഇതിൽ ഏത് വെക്ടറിന് പകരം റീപ്ലേസ് ചെയ്യണം തീരുമാനിക്കണം. അതിനെന്ത് ചെയ്യണം? W3 ഇതിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം. അപ്പം ഞാനത് എഴുതട്ടെ. W3 ഈക്വൽ ടു സം C1 W1 പ്ലസ് C1 W1 പ്ലസ് C2 W2 പ്ലസ് ബാക്കി C3 V3 പ്ലസ് എക്സെട്ര പ്ലസ് CN VN വരും അല്ലേ? ഇങ്ങനെ എഴുതി. ഇനി ഇവിടെയും നമുക്കിപ്പോൾ ഓൾറെഡി W1 W2 ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ W3 ഇവിടെ വന്ന് കയറുമ്പം ഈ W1 ഉം W2 ഉം പോകാൻ പാടില്ല. നമുക്ക് ഇവിടുന്ന് ഏതോ ഒരു V മാത്രമേ അതിന് പകരം പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എഴുതിയ ലീനിയർ കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു വിയുടെ കോഎഫിഷ്യൻറ്റ് നോൺ സീറോ കിട്ടണം. എന്നാലേ നമുക്ക് ആ വിക്ക് പകരം ഈ W3 നമ്മൾ കൊണ്ടുവന്ന് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടുമോ? ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഇതിലേതെങ്കിലും ഒരു വിയുടെ കോഎഫിഷ്യൻറ്റ് നോൺ സീറോ വരുമോ? വരും. വന്നില്ല എന്താ കുഴപ്പം? ഇവിടെയുള്ള എല്ലാ വിൻ്റെ കോഎഫിഷ്യൻസും സീറോ ആയിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? W3 ഈക്വൽ ടു C1 W1 പ്ലസ് C2 W2 എന്ന് വരും അല്ലേ? കാരണം എന്താ? ഇവിടെയുള്ള എല്ലാ കോഎഫിഷ്യൻ സീറോ ആണെങ്കിൽ ഈ സം അങ്ങ് പോകും. പിന്നെ ഇങ്ങനെ വരും. W3 ഈക്വൽ ടു C1 W1 പ്ലസ് C2 W2 എന്ന് വരും. ഇങ്ങനെ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള W3 ഇതിലുള്ള W1 W2 കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് പോസിബിൾ അല്ല. ദിസ് ഇസ് റോങ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെയുള്ള ഏതോ ഒരു വിയുടെ കോഎഫിഷ്യൻറ്റ് എന്തായാലും സീറോ കിട്ടണം. ഇനി എഴുതാനുള്ള സൗകര്യത്തിന് അത് ഞാൻ ഈ V3 കോഎഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കട്ടെ. സോ സപ്പോസ് V3 കോഎഫിഷ്യൻ്റ് ആയ C3 നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ലഭ പ്രകാരം എനിക്ക് ഈ W3 ഇവിടുത്തെ V3 പകരം കൊണ്ടുവന്ന് കയറ്റാലോ. സോ ഞാൻ മാറ്റി ചെയ്തട്ടെ. അപ്പോൾ W1 W2 V3 പകരം W3 എക്സെട്ര VN. ഇവിടെ മനസ്സിലാക്കുക, ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ W1 ഉം W2 ഇവിടെ ബാക്കി V4 എന്ന് തുടങ്ങൂലേ? W1 ഉം W2 വന്ന് കയറിയപ്പം 3 വെക്ടേഴ്സ് ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഈ പറഞ്ഞ മാതിരി V1 V2 V3 തന്നെ ആയിക്കോളുന്നില്ല അല്ലേ? നമ്മൾ ഏതാണ് സൗകര്യത്തിന് അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. V4 എക്സെട്ര VN. ഇതിൻ്റെ സ്പാൻ എന്താണ്? ഫുൾ സ്പേസ് തന്നെ. റീപ്ലേസ്മെൻറ്റ് പ്രകാരം നമ്മൾ റീപ്ലേസ് ചെയ്ത് അതുകൊണ്ട് സ്പാനൊരു വ്യത്യാസമുണ്ട്. സോ സ്പാൻസ് V. ഇവിടെ എണ്ണത്തിനും മാറ്റില്ല. കാരണം എന്താ? 3 ആൾ വന്ന് കയറിയപ്പോൾ 3 ആൾ പോയിട്ടുണ്ട്. ഞാൻ എഴുതിയ പോർഷൻ നീളം കൂടി പോയെന്നേ ഉള്ളൂ അല്ലേ? 3 W വന്ന് കയറിയപ്പോൾ 3 V പോയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യുക? ഇനി ഇതിൻ്റെ ഒരു ട്രിക്ക് ഇവിടുത്തെ കിട്ടിയില്ലേ? ഓരോ W കൊണ്ടുവന്നിട്ട് ഇവിടെ കയറ്റാം. അപ്പോൾ ഓരോ V പോവും. അങ്ങനെ പോയി അവസാനം ഇവിടുത്തെ എല്ലാ W1 ഇവിടെ വന്ന് കയറുമ്പം എല്ലാ വിയും റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവസാനം നമ്മളിത് എവിടെ എത്തും? ലാസ്റ്റ് W1, W2, എക്സെട്ര WN എന്നും പറഞ്ഞിട്ട് ഈ പരിപാടി അവസാനിക്കും. അപ്പോൾ എല്ലാ Wകളും ഇവിടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വികളും പോയിട്ടുണ്ടാവും. ഇത് റീപ്ലേസ്മെൻറ്റ് പ്രകാരമല്ലേ നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാം സ്പാനിങ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. എല്ലാം സ്പാൻസ് വി എന്നല്ലേ വരിക. സോ ഇതും എന്ത് ചെയ്യും? വി ഫുൾ സ്പേസിന് സ്പാൻ ചെയ്യുന്നുണ്ട്. സ്പാൻസ് വി എന്ന് എഴുതാം. ഇത് പക്ഷേ ഏതാണ്? നമ്മളെ എല്ലാണ്. അപ്പോൾ എന്ത് വന്നു? നമ്മുടെ എല്ല് ഫുൾ സ്പേസിന് സ്പാൻ ചെയ്യുന്നത് എന്ന് വന്നു. അപ്പം ഈ എല്ല് ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ എല്ല് ഫുൾ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൽ ഈസ് എ ബേസിസ്. അപ്പോൾ നമ്മളെ വെക്ടർ സ്പേസിന് n എലമെൻസിലൊരു ബേസിസ് ഉണ്ടെങ്കിൽ അതിൽ n എലമെൻസിലൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതും ബേസിസാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഡൗട്ടുകളൊക്കെ പലതും ഉണ്ടാവാം, സ്വാഭാവികം. ഒക്കെ ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം.